വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് ഇലിസ്ട്രേറ്റ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഡേറ്റ മൈനിങ് ഇൻ ബിസിനസ് ഇൻ്റലിജൻസ് വിത്ത് എ ഡയഗ്രാം. അതായത് ഡേറ്റ മൈനിങ്ങിൽ വേരിയസ് സ്റ്റേജസ് പറയാനാണ്. എവിടെ? ബിസിനസ് ഇൻ്റലിജൻസിൽ. അതൊരു ഡയഗ്രാം വെച്ചിട്ട് ഈ വേരിയസ് സ്റ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 7 മാർക്സിനാണ് അത് ചോദിച്ചിരിക്കണം. KDD എന്ന് പറയുന്ന വലിയ തിയറി പാർട്ടില്ലേ, ആ തിയറി പാർട്ടിൻ്റെ ബി പാർട്ടായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിമ്പിളാണിത്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം നമുക്ക് നോക്കാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാം ആണ്. ഫസ്റ്റ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, അത് കഴിഞ്ഞ് ഡേറ്റ കളക്ഷനിലോട്ട് വരുന്നു, അത് കഴിഞ്ഞ് ഡേറ്റ പ്രിപ്പറേഷനിലോട്ട് വരുന്നു, അത് കഴിഞ്ഞ് ഡേറ്റ അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് വരുന്നു, പിന്നെ ഡേറ്റ മോഡലിങ്ങിലോട്ട് എത്തുന്നു, പിന്നെ ഡേറ്റ ഇവാലുവേഷൻ നടത്തുന്നു, പിന്നെ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുന്നു. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് ആദ്യം ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സത്യത്തിൽ ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നും കൂടെ പറയാം. നമുക്കിതൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാനാണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലെ ഓണറുണ്ട്. അപ്പോഴത്തേക്കും ആ ഓണർ ഓരോന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു പ്രോബ്ലം കണ്ടെത്തി. അവിടെയുള്ള സെയിൽസ്, അതായത് സ്നാക്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്നാക്സിൽ ചിപ്സിൻ്റെ സെയിൽസ് വളരെ കുറവാണെന്നുള്ളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു ആ ഓണർ. അപ്പോഴത്തേക്കും എന്ത് ചെയ്തു? ആ ഓണർ ഡേറ്റ കളക്ഷൻ നടത്തി. അതായത് ഓണർ എവിടെ ചെന്നു? അതായത് ബില്ലിംഗ് കൗണ്ടറിൽ ചെന്നിട്ട് റെക്കോർഡ്സ് എല്ലാം എടുത്തു. അതായത് ചിപ്സ് എത്ര സെയിൽ നടന്നിട്ടുണ്ട് എന്നുള്ള റെക്കോർഡ്സ് എല്ലാം എടുത്തു. അതാണ് ഈ ഡേറ്റ കളക്ഷനിൽ വരുന്നത്. ഇനി ഡേറ്റ പ്രിപ്പറേഷനിൽ വരുന്നത് ഈ ബിൽസ് എല്ലാം എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ചിലതെല്ലാം ഈ ടെസ്റ്റ് ബിൽസ് ആയിരുന്നു. അതേപോലെ തന്നെ ടൈപ്പിംഗ് മിസ്റ്റേക്സ് ഉള്ള ബിൽസ് എല്ലാം എടുത്ത് മാറ്റി വെച്ചു. ഇനി ഡേറ്റ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ ഓണറിന് മനസ്സിലായത് ഈ ചിപ്സ് എന്ന് പറയുന്ന സംഭവം കോൾഡ് ഡ്രിങ്ക്സിൻ്റെ ഒപ്പം ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ കൂടുതൽ സെയിൽസ് നടക്കുന്നുണ്ട് എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ആ ഓണറിനുണ്ടായി. ഇനി ഡേറ്റ മോഡലിങ്ങിൽ പുതിയൊരു സംഭവം കൊണ്ടുവരുവാണ്. അതായത് ഒരു കോംബോ ഓഫർ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ വന്നു. അതായത് ചിപ്സ് വാങ്ങിക്കുന്ന ആൾക്ക് ഏതെങ്കിലും ഒരു കോൾഡ് ഡ്രിങ്ക്സ് ഫ്രീ എന്നുള്ള രീതിയിലാണ് ഡേറ്റ മോഡലിംഗ് നടത്തിയത്. ഇനി ഡേറ്റ ഇവാലുവേഷനിലാണ് നമ്മൾ എന്ത് നോക്കുന്നത്? ഈ ഓണർ കൊണ്ടുവന്ന കോംബോ ഓഫർ എന്ന് പറയുന്ന അതൊരു ഡിസ്കൗണ്ട് ഓഫർ ആണെങ്കിലും അത് നമുക്ക് സെയിൽസിൽ പ്രോഫിറ്റ് ഉണ്ടോ എന്നുള്ളത് ഈ ഡേറ്റ ഇവാലുവേഷനിൽ നോക്കും. ലാസ്റ്റ് ഡിപ്ലോയ്മെൻ്റ് ആണ്. അതായത് പുള്ളി കൊണ്ടുവന്ന ഈ ഒരു ഓഫർ ഡിപ്ലോയ് ചെയ്യണം. അതായത് ബൈ 1 ഗെറ്റ് 1 ഫ്രീ എന്നുള്ള രീതിയിൽ ഒരു സൈൻ ബോർഡ് വെക്കുവാണ് സൂപ്പർ മാർക്കറ്റിൽ. ഇത്രയാണ് സിംപ്ലി നമ്മൾ വേരിയസ് സ്റ്റേജസ് ഓഫ് ഡേറ്റ മൈനിങ് ഇൻ ബിസിനസ് ഇൻ്റലിജൻസ് വിത്ത് എ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്താണ് മെയിൻലി ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് അവിടെ ഡിഫൈൻ ചെയ്യുവാണ്. നമ്മളിപ്പോൾ നമ്മുടെ എക്സാമ്പിളായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഡേറ്റ കളക്ഷനിൽ എന്താ ചെയ്യുന്നത്? ഡേറ്റ സോഴ്സസിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഡേറ്റ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലീൻ ആൻഡ് പ്രീ പ്രോസസ് ദ ഡേറ്റ. ഡേറ്റനെ ക്ലീൻ ചെയ്യുക, അതേപോലെ തന്നെ പ്രീ പ്രോസസ് ചെയ്യുക. ഡേറ്റ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അനലൈസ് ചെയ്യുകയും അതേപോലെ തന്നെ ഡേറ്റനെ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുന്നത്. ഡേറ്റ മോഡലിങ്ങിൽ എന്ത് ചെയ്യുന്നു? പുതിയ അൽഗോരിതംസ് എല്ലാം അപ്ലൈ ചെയ്യുക, അതുപോലെ അല്ലെങ്കിൽ മോഡൽസ് അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഡേറ്റ ഇവാലുവേഷനിലാണ് കൊണ്ടുവന്ന ഡേറ്റയുടെ ആക്യുറസി, യൂസ്ഫുൾനെസ്, നമുക്ക് ഉപകാരം ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത്. ഡിപ്ലോയ്മെൻറ്റിൽ എന്ത് ചെയ്യുന്നു? യൂസ് റിസൾട്ട്സ് ഇൻ റിയൽ വേൾഡ് ഡിസിഷൻ. അതായത് ഫൈനലി കിട്ടുന്നത് നമ്മൾ റിയൽ വേൾഡിലോട്ട് ഡിപ്ലോയ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ.